വീഡിയോ എടുത്ത് ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. കാരണം ഇതിന്റെ എല്ലാ ഇതും അനുഭവിക്കുക സാധാരണക്കാരാ. ലിയാഖത്ത് അലിയും ആരിഫും അതുപോലെ തന്നെ ജാമിദയൊക്കെ AC റൂമിലിരുന്ന് വീഡിയോ എടുക്കുന്നു, അതിങ്ങനെ പുറത്തേക്ക് വിടുന്നു. പക്ഷെ ഇതിന്റെ യാതനകളും വേദനകളും അനുഭവിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരാണ്. നമ്മളെ തെറ്റിദ്ധരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ എല്ലാ യൂട്യൂബിലും കാര്യങ്ങളും വരുന്നുണ്ടല്ലോ, യൂട്യൂബിൽ നിന്ന് കണ്ടാണ് പറഞ്ഞത്. ലിയാഖത്തിനെ പോലുള്ളവര് പറയുന്നത് കണ്ടിട്ടാണ് ഞങ്ങളത് മനസ്സിലായത്. ലിയാഖത്ത് അലിയെ പോലെ ഉള്ളവരുടെ വീഡിയോസ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലിയാഖത്ത് അലിയും ഞാനും തമ്മിലുള്ള തർക്കങ്ങളും വിവാദങ്ങളും നിങ്ങളിൽ പലർക്കും ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അന്ന് ലിയാഖത്ത് അലിയുമായി ഫോണിൽ സംസാരിച്ച സമയത്ത് ലിയാഖത്ത് അലിയോട് ഞാൻ പ്രത്യേകമായി പറഞ്ഞൊരു കാര്യം, ലിയാഖത്ത് അലിയെ പോലെ ഉള്ളവർ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിഭാഗീയതയും വിദ്വേഷ പ്രചരണങ്ങളുടെയും ഭാഗമായി ദുരവസ്ഥ അനുഭവിക്കുന്ന ഒരു സഹോദരൻ പാലക്കാട് ജില്ലയിലെ കോതകുറിശ്ശിയിൽ താമസിക്കുന്നുണ്ട്. അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ലിയാഖത്ത് അലി അടക്കമുള്ളവർ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിദ്വേഷ പ്രചരണങ്ങളുടെ ഭാഗമായി ഹൈന്ദവരിൽ നിന്നും എനിക്ക് മോശമായ ഒരു അനുഭവം ഉണ്ടായി. അത് അദ്ദേഹം ജോലിക്ക് പോകുന്ന വീട്ടിൽ നിന്നാണ് എന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയത്. രണ്ടാമത് അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ വീട്ടുകാരിൽ നിന്നല്ല, ആ സഹോദരൻ ജോലിക്ക് പോയ വീട്ടിൽ പണിക്ക് വന്ന മറ്റൊരു ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് പണിക്ക് വന്ന ഒരു ഹൈന്ദവ സഹോദരനിൽ നിന്നുമാണ് അദ്ദേഹത്തിന് അത്തരത്തിൽ മോശമായ ഒരു അനുഭവം ഉണ്ടായത്. അതിൻ്റെ കാരണം ലിയാഖത്ത് അലിയാണ്, ആരിഫ് ഹുസൈനാണ്, ജാമിദയാണ് തുടങ്ങിയ മുസ്ലിം വിദ്വേഷ പ്രചാരകർ കാരണമാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു മോശാനുഭവം ഉണ്ടായത്. ആ സംഭവം ലിയാഖത്ത് അലിയോട് ഞാൻ പറഞ്ഞപ്പോൾ ഈ സമയം വരെയും അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് അതൊരു കെട്ടുകഥയാണ്, അങ്ങനൊരു സംഭവമില്ല. എന്നാൽ ഞാൻ ആ സംഭവത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോഴെല്ലാം ലിയാഖത്ത് അലി എന്നോട് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ വിളിക്കൂ, ഫോൺ നമ്പർ തരൂ, കണക്ട് ചെയ്യൂ എന്ന് പല ആവർത്തി എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ സമയത്തൊക്കെയും ഞാൻ ലിയാഖത്ത് അലിയോട് പറഞ്ഞത്, എന്നെയും ലിയാഖത്ത് അലിയെ പോലെ തന്നെ അദ്ദേഹവും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ആദ്യം അതിന് അദ്ദേഹത്തിനോട് സംസാരിക്കേണ്ടതുണ്ട്. താങ്കളുടെ സൗകര്യം എപ്പോഴാണ്, അല്ലെങ്കിൽ താങ്കൾക്ക് എപ്പോഴാണ് അതിനുള്ള സൗകര്യം കിട്ടുക, സമയം ഉണ്ടാവുക എന്ന് ചോദിച്ചുറപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ വാങ്ങി ലിയാഖത്ത് അലിക്ക് തരാം, ലിയാഖത്ത് അലിയും അദ്ദേഹവുമായി സംസാരിച്ചോളൂ, അതല്ല ഞാനും കൂടി ആ സംഭാഷണത്തിൽ ഇരിക്കണമെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ് എന്ന് ലിയാഖത്ത് അലിയോട് പറഞ്ഞു. പക്ഷേ അപ്പോഴൊക്കെ ലിയാഖത്ത് അലി എന്നെ പുച്ഛിക്കുകയും അതൊരു കെട്ടുകഥയാണെന്ന് പറയുകയും ഇപ്പോൾ ലൈവിൽ വന്നിട്ട് ഞാനൊരു ജിഹാദിയാണ്, നുണയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഴയ പല്ലവികൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുകയും അദ്ദേഹം ഒരു സമയം കണ്ടെത്തുകയും ചെയ്തുവെങ്കിലും ആ വിവരം ഞാൻ ലിയാഖത്ത് അലിയെ ധരിപ്പിക്കാൻ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നെ ബ്ലോക്ക് ചെയ്തു. ഫോണിൽ എനിക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. വാട്സപ്പിലും അദ്ദേഹം ബ്ലോക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ സഹോദരനെ നേരിട്ട് എൻ്റെ വീഡിയോയിലേക്ക് കൊണ്ടുവരികയാണ്. അദ്ദേഹം തുടർന്നുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളെല്ലാം ആ സഹോദരൻ നമ്മളുടെ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിൻ്റെ മുഖം തൽക്കാലം ഞങ്ങൾ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ പേരും വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ലിയാഖത്ത് അലിയുടെ ശിങ്കിടികൾ അദ്ദേഹത്തിൻ്റെ ജന്മനാടായ മണ്ണാർക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ ഉള്ളതാണ്. ഈ സഹോദരൻ ആ ഭാഗത്തൊക്കെ ജോലിക്ക് പോകുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നേരെ ലിയാഖത്ത് അലിയുടെ ഫാൻസുകാർ, ലിയാഖത്ത് അലിയുടെ ഭക്തർ ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖവും പേരും വെളിപ്പെടുത്താൻ നിവർത്തിയില്ല. ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കാം, ബാക്കി കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കും. അസംഭായി പറഞ്ഞ ആള് ഞാൻ തന്നെയാണ്. എൻ്റെ അടുത്ത് ഞാനവിടെ ജോലിക്ക് പോയ സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ മുസ്ലിമാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, ഇങ്ങനെ ഞങ്ങളുടെ മതത്തിൽ മറ്റു മതസ്ഥരെ എങ്ങനെ ഉപദ്രവിക്കാൻ പറയുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നുമില്ല, അതൊക്കെ വെറും കെട്ടുകഥയാണ്, അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല പറഞ്ഞു. അത് പറയാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? അല്ല, അവരിങ്ങനെ മറ്റേ യൂട്യൂബും കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാർ തന്നെ അത്ര. അപ്പോൾ ലിയാഖത്ത് അങ്ങനെ അവരങ്ങനെ പോലുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ വീഡിയോ ഇരുന്ന് കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിലിങ്ങനെ കേട്ടു അങ്ങനെ ഒരു സംഭവം. ലിയാഖത്ത് അലിയുടെ ഒക്കെ വീഡിയോസ് അവർ കാണാറുണ്ട്? കാണാറുണ്ട്. അപ്പോൾ ഞാനും കാണലുണ്ട്. അവര് മുസ്ലിമാന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ ഫുള്ള് തെറിയാവും. അതായത് ലിയാഖത്ത് അലിയുടെ വീഡിയോസിന് താഴെ വരുന്ന കമന്റുകളൊക്കെ പൂർണ്ണമായും മുസ്ലിങ്ങൾക്കെതിരെയുള്ള കൊലവിളികളാണ്. ഞാൻ കണ്ടിട്ടുണ്ട് മൂപ്പര വീഡിയോ ഒക്കെ. അതിന്റെ താഴെ മുസ്ലിമാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താഴെ ഫുള്ള് തെറിയാണ്. അത് ആരാണെന്ന് അറിയില്ല. പിന്നെ എൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പൊ ഇസ്ലാം മതം ഇവിടെ മാത്രമല്ല ഉള്ളൂ, കുറെ രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ. ഇതേ പ്രവാചകനെയാണ് സൗദി അറേബ്യയിലും എല്ലാ സ്ഥലത്തും അംഗീകരിക്കുന്നത്. പിന്നെ ഇവിടെ മാത്രം എന്തൊരു പ്രത്യേകത എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലൊന്നും ഒരു പ്രശ്നമല്ല, അവിടെ ഇപ്പം എല്ലാവരും ജോലിക്ക് പോയി ജീവിക്കുന്നുണ്ടല്ലോ, അവിടെ നിന്ന് ആരും ഒന്നും ചെയ്യണില്ല, ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. അതെ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ധാരാളം ഹൈന്ദവ സഹോദരന്മാർ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ ഈ ഭൂരിപക്ഷം വരുന്ന അറബികളിൽ നിന്നൊന്നും മോശമായ ഒരു അനുഭവമോ അല്ലെങ്കിൽ അവരെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളോ ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. എന്നാൽ നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ ഈ സഹോദരനെ പോലെ പലർക്കും
ഇങ്ങനെ ജോലിക്ക് പോകുമ്പോൾ പിന്നെ മറ്റ് മതസ്ഥർ, പ്രത്യേകിച്ച് ഹൈന്ദവ സഹോദരങ്ങളായ ചില ആളുകൾ ലിയാഖത്ത് അലിയെ പോലെയുള്ളവരുടെ വീഡിയോസുകൾ കണ്ട് തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങളെപ്പോലുള്ളവരെ തെറ്റിദ്ധരിക്കും. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ പബ്ലിക്കിനോട് ചോദിച്ചാൽ മതി, അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ അല്ലേന്ന്. ഞാൻ പറയുമ്പോൾ നുണയായിട്ടേ തോന്നുള്ളൂ. പുറത്ത് ഒരു ഇത് നടത്തട്ടെ. ഇവരിപ്പോ വീഡിയോ എടുത്ത് ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. കാരണം ഇതിന്റെ എല്ലാ ഇതും അനുഭവിക്കുക സാധാരണക്കാരാണ്. ലിയാഖത്ത് അലിയും ആരിഫും അതുപോലെ തന്നെ ജാമിദയൊക്കെ AC റൂമിലിരുന്ന് വീഡിയോ എടുക്കുന്നത് അതിങ്ങനെ പുറത്തേക്ക് വിടുന്നു. പക്ഷെ ഇതിന്റെ യാതനകളും വേദനകളും അനുഭവിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരാണ്. നമ്മളെ തെറ്റിദ്ധരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മദ്രസയിൽ ഇങ്ങനെ നമ്മളിപ്പോൾ മദ്രസയിൽ പഠിച്ചു വരുന്നതല്ലേ. അല്ല, ഞാനന്ന് നിങ്ങൾ ആദ്യം എന്നോട് ഫോണിൽ സംസാരിച്ച സമയത്ത് ഞാൻ ആ വിഷയം എൻ്റെ മനസ്സിലുള്ളതും ഞാൻ ലിയാഖത്ത് അലിയോട് പറഞ്ഞതും ഈ സഹോദരൻ ജോലിക്ക് പോയ സമയത്ത് ആ വീട്ടുകാരിൽ നിന്നൊരു മോശാനുഭവം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. പിന്നീട് നമ്മൾ തമ്മിൽ വീണ്ടും ഒന്നുകൂടെ ഫോണിൽ സംസാരിച്ചപ്പോൾ അത് ക്ലാരിറ്റി വരുത്തിയിട്ട് ഞാൻ ലിയാഖത്ത് അലിയോട് പറഞ്ഞിരുന്നു, വീട്ടിൽ നിന്നല്ല, നിങ്ങൾ ആ വീട്ടിൽ പണിക്ക് ചെന്നതുപോലെ തന്നെ വേറെ ചില ആളുകളും ആ വീട്ടിൽ പണിക്ക് വന്നിരുന്നു. ഇതിന്റെ സത്യാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ പുറത്ത് വർക്കിന് പോകുന്നവർക്ക് അറിയാം. അവർ ലഞ്ച് ടൈമിന് നാട്ടുവർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കും. അത് എല്ലാ കാര്യങ്ങളും പറയും. ആ കൂട്ടത്തിൽ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാനത് അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് ഞാൻ പറയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ജോലിക്ക് പോയ വീട്ടിൽ അവിടെ ഈ പണിക്ക് വന്ന ഒരാൾ താങ്കളോട് ചോദിച്ചു, നിങ്ങളുടെ മതത്തിൽ ഈ മദ്രസകളിലൊക്കെ ഇങ്ങനെ ഹിന്ദുക്കളെ വെറുക്കണമെന്നും മതം ഉപേക്ഷിക്കുന്നവരെയൊക്കെ കൊല്ലണമെന്നും അങ്ങനെ അന്യമതസ്ഥരോടൊക്കെ മോശമായി പെരുമാറുന്ന ഒരു മനോഭാവമാണ് വരേണ്ടതെന്ന രീതിയിൽ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നിങ്ങളോട് അവർ ചോദിച്ചു. അപ്പം അതിനെന്താ മറുപടി പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞത് ഈ സംഭവങ്ങൾ എവിടുന്ന് നിങ്ങൾക്ക് കിട്ടി ചോദിച്ചു അവരത്. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾക്ക് ഈ അറിവ് എവിടുന്ന് കിട്ടിയത്? ഇപ്പൊ എന്താ വെച്ചാൽ എല്ലാ യൂട്യൂബിലും കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ, യൂട്യൂബിൽ നിന്ന് കണ്ടാണ് പറഞ്ഞു. ലിയാഖത്തിനെ പോലുള്ളവര് പറയുന്നത് കണ്ടിട്ടാണ് ഞങ്ങളത് മനസ്സിലായത്. ലിയാഖത്ത് അലിയെ പോലെ ഉള്ളവരുടെ വീഡിയോസുകൾ കണ്ടിട്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ മനസ്സിലായത് എന്നാണ് അവർ പറഞ്ഞതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അത് ഞാൻ എൻ്റെ മുമ്പുള്ള പല വീഡിയോസുകളിലും പറഞ്ഞിട്ടുണ്ട്. ലിയാഖത്ത് അലി ആണെങ്കിലും ആരിഫ് ഹുസൈൻ ആണെങ്കിലും ഈ ജാമിദ ആണെങ്കിലും ഇവരുടെ കമൻറ്റ് ബോക്സിൽ വരുന്നത് മുഴുവൻ വിദ്വേഷ പ്രചരണങ്ങളുടെ ഏറ്റവും അങ്ങേയറ്റത്തെ പ്രകടനങ്ങളാണ്. മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യണം എന്ന രീതിയിലുള്ള കമൻറ്റുകൾ അതിനകത്ത് കയറിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ പറഞ്ഞു. എനിക്ക് ഇവരോട് ഒരു വെറുപ്പും കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇവരുടെ മതത്തിൽ നിന്ന് ഒഴിവായല്ലോ. ഞാൻ ചോദിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്വന്തം വീട്ടുകാരും ആരും ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണ്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും മുസ്ലിം മതത്തിൽ തന്നെ എപ്പോഴും വിശ്വസിച്ച് നടക്കുന്നത്. എന്തുകൊണ്ട് അവർ മതം ഉപേക്ഷിക്കണില്ല? ഇത്രയും ഇപ്പോൾ ടെക്നോളജി എല്ലാം ഉപയോഗിച്ച് നടക്കുന്ന ലിയാഖത്തിന്റെ ഇത് അവർ വിശ്വസിക്കില്ലല്ലോ. ഈ ചോദ്യം ലിയാഖത്ത് അലിയോടാണ്. ലിയാഖത്ത് അലി ഇവിടെ മതരഹിതമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഒരു അശ്രാന്ത പരിശ്രമം നടത്തുന്നതിനിടയിൽ എന്തുകൊണ്ടാണ് സ്വന്തം വീട്ടുകാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തതെന്ന പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇവരെ ഒരു 10 പേരെ വരെ വീട്ടിൽ നിന്ന് കൊണ്ടിട്ടെ. അതെ, എന്നിട്ട് പോലെ മറ്റുള്ളവരെ ഇതാക്കാനേ. ആദ്യം സ്വയം നന്നാവുക, എന്നിട്ട് നാട് നന്നാക്കിയാൽ മതി എന്നുള്ള സ്വാഭാവികമായ ചോദ്യം പലപ്പോഴും ഉണ്ടായ സംശയമാണത്. ഇത് വിളിച്ച് ചോദിക്കാൻ എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പം മൂപ്പര നമ്പർ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ്. യൂട്യൂബ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അസംബയുടെ നമ്പർ അങ്ങനെ കിട്ടി. അപ്പോൾ വിളിച്ചപ്പോൾ നമുക്ക് പറയാൻ പറ്റിയ ഒരാളുണ്ടല്ലോ, അതിട്ട് പറഞ്ഞതാ. എനിക്ക് ഇവരോട് യാതൊരു വെറുപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇവർ പറയണത് സത്യസന്ധമായിരിക്കണം. പ്രവാചനെ കുറിച്ച് പറഞ്ഞിരുന്നത് സത്യസന്ധമായിട്ട് പറയാം. ആരോഗ്യപരമായ വിമർശനം അതിന് ഞങ്ങൾ തയ്യാറാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നിങ്ങൾ ആരോഗ്യപരമായ വിമർശനത്തിന് പിന്നെ തയ്യാറാവുക. ഇതിന് മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു സാംസങ് കിണറിനെ കുറിച്ചിട്ട്. സാംസങ് കിണർ മറ്റേ കടൽ വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഈ പ്രവാചകൻ എങ്ങനെ ഇതിൽ വെള്ളത്തിനെ കുറിച്ച് പറഞ്ഞത്? ഈ സാംസങ് വെള്ളത്തിനെ അന്ന് ഫിൽറ്ററിങ് ഉണ്ടോ? ഇതിനൊന്നും ഉത്തരമല്ല. ഖുർആനും ഹദീസൊന്നും എനിക്ക് എടുത്ത് പറയാൻ അറിയില്ല. ഞാൻ സാധാരണക്കാരനാണ്. എത്രയേ ഉള്ളൂ. ഇതാണ് സംഭവം, ഇതാണ് സത്യാവസ്ഥ. ലിയാഖത്ത് അലി ഇനിയെങ്കിലും ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാവണം. നിങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിഭാഗീയതയുടെയും കുത്തിത്തിരിപ്പുകളുടെയും വിദ്വേഷ പ്രചരണങ്ങളുടെയും അത്തരം ദുരനുഭവം ഉണ്ടായ ഒരു സഹോദരനാണ് ഇരിക്കുന്നത്. ഇദ്ദേഹം പാലക്കാട് ജില്ലയിൽ കോതകുറിശി സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ പേരും മുഖവും വെളിപ്പെടുത്താത്തത് താങ്കളുടെ ഗുണ്ടകളിൽ നിന്നും താങ്കളുടെ ഭക്തരിൽ നിന്നും താങ്കളുടെ ഫാൻസുകാരിൽ നിന്നും അക്രമം ഉണ്ടായേക്കാം, അറ്റാക്ക് ഉണ്ടായേക്കാം എന്ന ഭയത്താലാണ്. കാരണം നിങ്ങളുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ തന്നെ അവിടെ നടക്കുന്നത് പച്ചയായ കൊലവിളികളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് അടക്കമുള്ള താങ്കൾ ജനിച്ചു വളർന്ന നാട്ടിൽ വരെ ജോലിക്ക് പോകുന്ന ഈ സഹോദരൻ അദ്ദേഹത്തിൻ്റെ പേരും മുഖവും വെളിപ്പെടുത്തിയാൽ നിങ്ങളുടെ ഫാൻസുകാർ അദ്ദേഹത്തിനെ ആക്രമിക്കുമെന്ന് അദ്ദേഹത്തിന് ഭയമുണ്ട്. കാരണം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെയും വരാൻ പോകുന്നത് കൊലവിളികളുടെ കമൻറ്റുകളായിരിക്കും. അത്തരം അക്രമങ്ങളും നേരിട്ട് അനുഭവിക്കേണ്ടി വരുമോ എന്ന് ഭാര്യയും മക്കളുമുള്ള കുടുംബമുള്ള ഒരു സഹോദരൻ സ്വാഭാവികമായും സംശയിക്കും.
അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള വിഭാഗീയ ചിന്താഗതികളും വിദ്വേഷ പ്രചരണങ്ങളും അവസാനിപ്പിക്കാൻ തയ്യാറാവണം എന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹത്തിനോട് തന്നെ, സമുദായത്തിനോട് തന്നെ നിങ്ങൾ മാപ്പ് പറയണം. ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നത് വ്യക്തമാണ്. നിങ്ങൾ വിമർശനങ്ങൾ നടത്തിക്കോളൂ. ആരോഗ്യപരമായ വിമർശനത്തിന് മുസ്ലിം സമുദായം എപ്പോഴും മുൻപന്തിയിൽ തന്നെയുണ്ട്. പക്ഷേ താങ്കൾ ചെയ്യുന്നത് വിമർശനം എന്ന ലേബലിൽ നിന്നുകൊണ്ട് പച്ചയായ മുസ്ലിം വിരുദ്ധത, പച്ചയായ മുസ്ലിം വിദ്വേഷ പ്രചരണങ്ങളാണ് നടത്തുന്നത്. ഇനി മുതൽ താങ്കളുടെ കണ്ണിൽ ഈ സഹോദരൻ കൂടി ജിഹാദിയാണ്, തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്. ഇനി താങ്കളുടെ ഫാൻസുകാർ കമന്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തെ വിളിക്കാൻ പോകുന്നത് കോതകൃഷിയിൽ നിന്നുള്ള തീവ്രവാദി എന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ ആൾക്കാരുടെ പ്രവൃത്തിയും ഇത് തന്നെയാണ്. നിങ്ങൾ സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, മുസ്ലിങ്ങളെ കുറിച്ച് മറ്റുള്ള മതസ്ഥർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തിയതിന്റെ ഫലമായിട്ടാണ് ഇദ്ദേഹത്തിന് ഇന്ന് ഈ വീഡിയോയ്ക്ക് മുമ്പിൽ വന്നിരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ നമ്പർ ലിയാഖത്ത് അലിക്ക് തരാൻ തയ്യാറായിരുന്നു. ഇദ്ദേഹത്തിന്റെ സമയം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് അസൗകര്യങ്ങളുണ്ടെന്നും ജോലി തിരക്കിലാണെന്നും അത് കഴിഞ്ഞാൽ നമ്പർ തരാമെന്ന് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസവും എന്നെ കോൺടാക്ട് ചെയ്തു. പക്ഷെ അപ്പോഴേക്കും ലിയാഖത്ത് അലി ഈ സംഭവം ഒരു കെട്ടുകഥയാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ചു. ഞാൻ നുണ പറയുകയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് എന്നെ ബ്ലോക്ക് ചെയ്തു, വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്ത് ഓടിപ്പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് വിലയിരുത്തുക, ആരാണ് സത്യം പറയുന്നത്, ആരാണ് നുണ പറയുന്നത്. ഞാൻ വീണ്ടും വെല്ലുവിളിക്കുന്നു ലിയാഖത്ത് അലിയെ, ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായാൽ, എൻ്റെ വെല്ലുവിളി ഏറ്റെടുത്ത് നിങ്ങൾ തെളിയിച്ചാൽ എൻ്റെ ഈ ചാനൽ പൂട്ടിക്കെട്ടി താങ്കൾക്ക് തരാൻ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ വീണ്ടും താങ്കളെ വെല്ലുവിളിക്കുന്നു. അതല്ല, താങ്കൾ ഉണ്ടാക്കിയ വിഷത്തിൻ്റെയും വിഭാഗീയതയുടെയും ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷി എന്ന് പറയാവുന്ന വിധത്തിൽ ഈ സഹോദരനോടും ഈ സഹോദരന്റെ കുടുംബത്തിനോടും അതിലൂടെ താങ്കളുടെ 90 വയസ്സായ ഉമ്മ അടക്കമുള്ള മുസ്ലിം ഉമ്മത്തിനോട് പരസ്യമായി താങ്കൾ മാപ്പ് പറയാൻ തയ്യാറാവണം. മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന വിദ്വേഷ പരാമർശങ്ങൾ അവസാനിപ്പിച്ച് ആരോഗ്യപരമായ ഇസ്ലാമിക വിമർശനത്തിന് താങ്കൾ തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം, ഹൈന്ദവ സുഹൃത്തുണ്ട് എനിക്ക്, അയാള് ഇതൊന്ന് പോയതാണ്, നിരീക്ഷവാദത്തിലേക്ക് പോയിട്ട് തിരിച്ചു വന്നു. അതായത് ഇദ്ദേഹത്തിനൊരു ഹൈന്ദവ സഹോദരൻ, ഞാൻ ആളെയും കൊടുന്നേരാ. ഇദ്ദേഹത്തിനൊരു ഹൈന്ദവ സഹോദരനുണ്ട്. അദ്ദേഹം ഹൈന്ദവ മതം ഉപേക്ഷിച്ച് ലിയാഖത്ത് അലിയെ പോലെയുള്ളവർ പ്രചരിപ്പിക്കുന്ന നിരീശ്വരവാദത്തിലേക്ക് പോയിട്ട് അവിടെ ചെന്നപ്പോൾ കണ്ടത് ലിയാഖത്ത് അലിയെ ആരിഫ് ഹുസൈനെയും പോലെയുള്ള വിദേശ പ്രചാരകരായതുകൊണ്ട് അദ്ദേഹം തിരിച്ച് ഹൈന്ദവ മതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. അങ്ങനെ ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായി എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കാം. ഞാൻ നാട്ടിൽ നടക്കുമ്പോൾ എല്ലാം ചോദിക്കുന്ന ആളാണ്. ആ സുഹൃത്ത് എനിക്കുണ്ട്, അത് വേണമെങ്കിൽ അയാളെയും വേണമെങ്കിൽ കൊണ്ട, അത് വിശ്വാസം അല്ലെങ്കിൽ ഈ പറയുന്നത് വിശ്വാസമല്ലെങ്കിൽ ഇനി അയാളെ വേണമെങ്കിൽ വീഡിയോയ്ക്ക് മുമ്പിൽ കൊണ്ടുവരാം എന്നാണ് പറയുന്നത്. പിന്നെ ലിയാഖത്ത് അലി അന്ന് പറഞ്ഞത് ഈ സഹോദരന് മോശാനുഭവം ഉണ്ടായ അയാളുടെ നമ്പർ, ആ ഹൈന്ദവ സഹോദരന്റെ നമ്പർ സംഘടിപ്പിച്ച് തരണമെന്നാണ് പറഞ്ഞത്. അല്ല, നമ്പർ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. ഉദാഹരണം കൊടുക്കുക. കാരണം നമ്മളൊരു വർക്കിന് പോകുമ്പോൾ പല വർക്ക്സ് ഉണ്ടാവും അവിടെ. അവരെ നമ്പറൊന്നും ഇപ്പോൾ നമ്മളെ കയ്യിലുണ്ടാവില്ല. ഞാൻ ഒരുപാട് വീട്ടിൽ വർക്കിന് പോകുന്ന ആളാണ്, ഒരു കാരണവശാലും നമുക്ക് കിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ഒരു ഉദാഹരണം തന്നെ പറഞ്ഞു, ഇതിൻ്റെ കമൻറ്റ് നോക്കിയാൽ മനസ്സിലാക്കിക്കൂടെ? ഇതിൻ്റെ താഴെ വന്നിട്ട് എങ്ങനെ ഒരു മുസ്ലിം വ്യക്തിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്തൊക്കെ ഒരെണ്ണം പറയുന്നുണ്ട്. ചിലപ്പോൾ വിളിക്കുന്ന ആൾക്ക് അതിനെ പറ്റി അറിവുണ്ടാവില്ല. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിച്ചില്ലേ, എന്തുകൊണ്ട് നിങ്ങളുടെ മറ്റേ വീട്ടുകാർ ഇത് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്? അതാദ്യം മാറ്റിക്കൂടെ? എന്നിട്ട് പോലെ മറ്റുള്ള നാട്ടിലെ മതങ്ങളൊക്കെ ദേശവാദത്തിലേക്ക് കൊണ്ടാൻ വേണ്ടിയിട്ട് ഞാൻ പലപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ച ചോദ്യമാണ്. കാരണം ഇവരെ എല്ലാ ഫാമിലീസും നല്ല വിശ്വാസികളാവും. അതെ, ഇവരുടെ ഉമ്മ അടക്കം എല്ലാവരും വിശ്വാസികളാണ്. എന്തുകൊണ്ട് അവരത് വിടുന്നില്ല? എന്തുകൊണ്ട് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല? അതാ ചോദിക്കണതേ. അത് ഏത് മതമായിക്കോട്ടെ. അല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ ലിയാഖത്ത് അലിയോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഇതൊരു ജീവിത മാർഗമാണ്, അദ്ദേഹത്തിന് വേറെ ജോലി. എന്റെ മതത്തിൽ അതുകൊണ്ട് അദ്ദേഹം ഇവരെ വേറൊരു കാര്യമുണ്ട്, സ്വന്തം മതം പുകഴ്ത്തി പറയണവർ. അങ്ങനെയല്ല, ഏത് മതത്തിൽ നിന്ന് പോയ ആളും അവരെ ഉപേക്ഷിച്ച് പോകും. മറ്റുള്ള ആ ഒരു വിശ്വാസികൾ ഉണ്ട്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലിയാഖത്ത് അലിക്ക് ഇതൊക്കെ വെറും കണ്ടന്റ് മാത്രമാണ്. അദ്ദേഹത്തിന് ഇപ്പം നിങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന അദ്ദേഹം വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിൽ നിന്ന് വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്, വേറൊരു തൊഴിലില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വട്ടം നിങ്ങൾ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിളിച്ച് അദ്ദേഹം ഫോൺ എടുക്കില്ല, അത് അവിടെ കഴിഞ്ഞു. അദ്ദേഹത്തിൽ നിന്ന് മറുപടി കിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടത് കണ്ടന്റ് മാത്രമാണ്. കണ്ടന്റ് കൊണ്ട് കാര്യമില്ല, കാരണം മറ്റുള്ളവരെ ജീവിതം വെച്ചിട്ടുള്ള കളിയാണ് കളിക്കുന്നത്. അതെ, നിങ്ങൾക്ക് ഇതൊരു കണ്ടന്റ് മാത്രമാണ്. ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്, നിങ്ങൾക്ക് ഇത് കണ്ടന്റ് മാത്രമാണ്. പക്ഷെ ഇതൊക്കെ ഭാവിയിൽ ഇത് വമ്പം പ്രശ്നമായിട്ട് മാറും. അതെ, ലിയാഖത്ത് അലിക്ക് ഇത് വെറും കണ്ടന്റ് മാത്രമാണ്, വയറ്റിപ്പിഴപ്പ് മാത്രമാണ്. പക്ഷേ ഇവരെ പോലെയുള്ളവർക്ക് ഇത് ജീവിത മാർഗമാണ്. അവർ തൊഴിലിന് ഇറങ്ങി, വീട്ടിൽ നിന്നും രാവിലെ തൊഴിലിന് ഇറങ്ങി പോകുമ്പോൾ തൊഴിലിടങ്ങളിൽ ഈ രീതിയിൽ അവരെ സംശയത്തോടു കൂടി നോക്കുന്നു. മുസ്ലിം ആയതുകൊണ്ട് അവരെ സംശയത്തോടു കൂടി നോക്കുന്നു. ഇത് ഇത്ര കാലം ഉണ്ടായിരുന്നില്ല. ഈ യൂട്യൂബ് എന്ന് വന്നോ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഈ സംഭവം. ഇവിടെ കേരളത്തിൽ കൊറോണ വന്നില്ലേ, അതിന് ശേഷമാണ് ഈ സംഭവം അങ്ങനെ ഇത്ര ഇതായത്.
കാരണം ഇതിന് മുന്നേ ഞാനൊക്കെ എത്രയും വർഷമായി 10-16 വർഷത്തിന്റെ മേലെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ അടുത്ത് ആരും ചോദിച്ചിട്ടുമില്ല. അതെ, ലിയാഖത്ത് അലി, താങ്കൾ കേൾക്കുന്നുണ്ടല്ലോ. താങ്കളെ പോലെ ഉള്ളവർ ഇസ്ലാമിക വിമർശനം എന്ന പേരിൽ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് മുതലാണ് ഇവരെ പോലെ ഉള്ളവർക്ക് ജോലി സ്ഥലങ്ങളിൽ നിന്നും മോശ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സംശയത്തോടു കൂടി അവരെയൊക്കെ നോക്കുന്നത്. അതുമല്ലെങ്കിൽ അവരെ വിളിച്ചു നിർത്തി, എടാ നിന്റെ മദ്രസയിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? ഇക്കാലം വരെ ആരും ഞങ്ങളോടൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇതുവരെ ഒരാളും നിങ്ങളുടെ മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവർ ചോദിക്കുന്നു. അല്ല, അവർക്ക് ഇപ്പൊ മദ്രസയിൽ പഠിപ്പിക്കുന്നത് അവർ വന്ന് നോക്കിക്കൂടെ എന്താണ് പഠിപ്പിക്കുന്നത്? അതെ, അല്ല ഇക്കാലം വരെ അവർക്ക് അങ്ങനെ ഒരു സംശയമേ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ മത വിശ്വാസികൾക്കോ ക്രൈസ്തവർക്കോ മദ്രസയിൽ എന്ത് പഠിപ്പിക്കുന്നു എന്നൊരു സംശയമേ ഉണ്ടായിരുന്നില്ല. നിങ്ങളെപ്പോലെ ഉള്ളവർ യൂട്യൂബിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഒരു മതത്തിനും ഒരു സമുദായത്തിനുമെതിരെ വിദ്വേഷം നിരന്തരം പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് താഴെ ചില ആളുകൾ വന്ന് അട്ടിയിട്ടിരുന്ന് കമന്റുകൾ ഇടാൻ തുടങ്ങിയപ്പോഴാണ് മറ്റു പലരിലും ഈ സംശയം ഉണ്ടായത്. ആ സംശയത്തിന്റെ ഇരയാണ് ഈ ഇരിക്കുന്ന സഹോദരൻ. ഇദ്ദേഹത്തിനുണ്ടായ ദുരനുഭവം. ഞാൻ ഇനി പറയാനുള്ള വെച്ചാൽ ഇവരിപ്പോ ഞാൻ പറയുന്നത് നുണയാണ് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ പബ്ലിക്കിന്റെ ഇടയിൽ നടന്നിട്ട് ചോദിച്ചാൽ മതി, അപ്പൊ മനസ്സിലായിക്കോളും. അല്ല, ലിയാഖത്ത് അലിയും അതുപോലെ തന്നെ ആരിഫ് ഹുസൈനും ഒക്കെ മാസ്ക് വെച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത്. കാരണം ജനങ്ങൾ തിരിച്ചറിയുകയും അതിലൂടെ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടാവുകയും ചെയ്യുന്നവർ ഭയപ്പെടുന്നുണ്ട്. കാരണം അവർക്ക് തന്നെ അറിയാം ഇത്തരത്തിൽ സമൂഹത്തിൽ അവർ വമിപ്പിക്കുന്നത് വിഷമാണെന്ന് അവർക്ക് തന്നെ അറിയാം. ലിയാഖത്ത് അലിയെ പോലെയുള്ളവർക്ക് പബ്ലിക്കുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് പോയ, അല്ലെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും തള്ളിക്കളഞ്ഞ ഒരാൾക്ക് ഏത് സമൂഹവുമായിട്ട് ബന്ധമുണ്ടാവാനാണ്? അതുകൊണ്ട് ലിയാഖത്ത് അലി, താങ്കൾ ഇനിയെങ്കിലും മതവിമർശനം എന്ന പേരിൽ നടത്തുന്ന ഈ കാപഢ്യം, ഈ നുണപ്രചരണം, ഈ വർഗീയ പ്രചരണം, ഈ വിഭാഗീയ വിദ്വേഷ പ്രചരണം ഇതോടുകൂടിയെങ്കിലും താങ്കൾ അവസാനിപ്പിക്കണം. ഇതുപോലെയുള്ള ആളുകൾ ഇനി ഈ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഈ രീതിയിൽ ഈ മനുഷ്യർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ പാടില്ല. മുസ്ലിം സമുദായത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന രീതിയിൽ നിങ്ങൾ ആരുടെയോ കയ്യിൽ നിന്നും, ഒന്നെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദികളിൽ നിന്നും അല്ലെങ്കിൽ ഇവിടുത്തെ തീവ്ര കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും പണം വാങ്ങി ഇത്തരത്തിൽ മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടികൾ നിങ്ങൾ അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും നമ്മൾ ഫണ്ട് വാങ്ങിട്ടാ ചെയ്യുന്നത് പറയും. അതെ, ഏതായാലും എന്തിനാ ഫണ്ട് പണിയെടുത്ത് ജീവിച്ചൂടെ? അറിയാവുന്ന പണി ലിയാഖത്ത് അലിക്ക് അറിയാവുന്ന പണിയാണ് ലിയാഖത്ത് അലി എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാം. അയാൾക്ക് ഇതല്ലാതെ വേറൊരു പണിയില്ല. സംവാദം എന്ന പേരിൽ ആളുകളിൽ നിന്നും പണം പിടുങ്ങുക, അതല്ലെങ്കിൽ ഈ രീതിയിൽ ആളുകളെ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക, അതിലൂടെ റീച്ച് ഉണ്ടാക്കുക. അപ്പൊ നമ്മളെ ഉമ്മയും മാപ്പയും നമ്മളെ നോക്കി വളർത്തുണ്ടാക്കുന്നുണ്ട്, അവരെ തിരിച്ചു നോക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അത്ര തന്നെ ഉള്ളൂ. മതത്തിലും വേണമെങ്കിൽ ദൈവത്തിനെ വിളിക്കുക, അല്ലെങ്കിൽ അവരെ ഇഷ്ടത്തിന് നടക്കുക. ഇത് തിരിച്ചു കൊണ്ടേണ്ട ഒരു ആവശ്യമില്ല, ഞങ്ങൾക്കായിട്ട് ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയ പാർട്ടിക്കാർ ഇതൊന്ന് പോകുമ്പോൾ അവർക്കൊരു ഇതുണ്ടാവും, ഞങ്ങൾക്ക് അത്രയില്ല. വേണ്ടവർ വിശ്വസിച്ചാൽ മതി, അല്ലാത്തവർ പോയിക്കോട്ടെ. ഇതേ കാര്യം തന്നെയാണ് ഞാൻ ലിയാഖത്ത് അലിയോട് ഫോണിൽ സംസാരിച്ചത്. നിങ്ങൾക്ക് ഈ മതത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, നിങ്ങൾ ഉപേക്ഷിച്ചു, നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കി പോവുക. പക്ഷെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കറങ്ങി തിരിഞ്ഞു വന്ന് മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുക, ഇതുപോലെയുള്ള സാധുക്കളായ മുസ്ലിം ചെറുപ്പക്കാരെ മറ്റുള്ളവർക്ക് എറിഞ്ഞു കൊടുക്കുക, തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ പറയുന്നു മതം വിട്ടാൽ ഞങ്ങളെ കൊന്നുകളയും, മുസ്ലിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ വരികയാണ്, മതം ഉപേക്ഷിക്കുന്നവരെ കൊല്ലാനാണ് മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന്. ലിയാഖത്ത് അലിയോട് ഞാൻ മുമ്പും പറഞ്ഞിരുന്നു, മതം ഇസ്ലാം മതത്തിലേക്ക് വന്നതിൻ്റെ പേരിലാണ്, ഹൈന്ദവ മതത്തിലായിരുന്ന ഫൈസൽ കൊടിഞ്ഞ് ഇസ്ലാം മതത്തിലേക്ക് വന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത്. അദ്ദേഹം ഇന്നും ഹൈന്ദവ മതത്തിലായിരുന്നുവെങ്കിൽ ഇന്നും അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നേനെ. പക്ഷേ മുസ്ലിം ആയതോടുകൂടി അദ്ദേഹം കൊല്ലപ്പെട്ടു. അങ്ങനെ എത്ര സംഭവങ്ങൾ കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. കാസർഗോഡ് ഫഹദ് എന്ന് പറയുന്ന 9 വയസ്സുള്ള മകൻ കൊല്ലപ്പെട്ടത് മുസ്ലിം ആയതിൻ്റെ പേരിലാണ്. ശശികലയുടെ പ്രസംഗങ്ങൾ കേട്ട തീവ്രവാദിയാണ് ആ കുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇത്തരം സംഭവങ്ങൾ, ഇത്തരം ദാരുണമായ ധാരാളം സംഭവങ്ങളുള്ള ഒരു സംസ്ഥാനത്തിരുന്നു കൊണ്ടാണ്, ഒരു നാട്ടിൽ ഇരുന്നു കൊണ്ടാണ് താങ്കൾ പറയുന്നത് മതം ഉപേക്ഷിച്ച് പോയവരെയൊക്കെ ഇതാ മുസ്ലിങ്ങൾ കൊല്ലാൻ പോകുന്നു എന്ന്. ഈ സമയം വരെ താങ്കൾക്ക് എന്തെങ്കിലും മോശമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും മുസ്ലിം വ്യക്തികളിൽ നിന്നും, സംഘടനകളിൽ നിന്നും, അല്ലെങ്കിൽ നേതാക്കളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം താങ്കൾക്കുണ്ടായിട്ടുണ്ടോ? ഒരു ദുരനുഭവം താങ്കൾക്കുണ്ടായിട്ടില്ല. ദൈവവിശ്വാസമുള്ളവരാരും ചെയ്യില്ല, ചെയ്യുള്ളൂ. എന്നാൽ താങ്കളെ പോലുള്ളവർ മതം വിട്ടതിന് ശേഷവും ഈ മതത്തെക്കുറിച്ച് നടത്തുന്ന കുപ്രചരണങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ. ഇതുപോലെ എത്രയെത്ര ചെറുപ്പക്കാർ ചിലപ്പോൾ ഈ വീഡിയോ പുറത്തു വരുന്നതോടുകൂടി ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായ ധാരാളം ആളുകൾ എന്നെ ഫോണിൽ വിളിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇവിടെ കമൻറ്റുകൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ കാരണം ലിയാഖത്ത് അലിയെ പോലെയുള്ള വിഷജീവികൾ, വിഷജന്തുക്കൾ, ആരിഫ് ഹുസൈൻ്റെ ഉമ്മ ആരിഫ് ഹുസൈനെ കുറിച്ച് പറഞ്ഞ അതേ ഭാഷ, വിഷം വമിപ്പിക്കുന്ന പരിപാടി നിങ്ങൾ സമൂഹത്തിൽ എന്ന് നിർത്തുന്നുവോ അതുവരെയും നിങ്ങൾക്കെതിരെ ഞങ്ങൾ പോരാടും. നിങ്ങളെ പൊളിച്ചു കാണിക്കും. നിങ്ങളുടെ കാപഢ്യം പൂർണ്ണമായും തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. അതിന് മുസ്ലിം സമുദായം ഞങ്ങളോടൊപ്പം നിൽക്കും.
മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവര് പറയണ ആശയപരമായിട്ട് നേരിടാനല്ലേ പറഞ്ഞത്. അങ്ങനെ മതിയല്ലോ, എന്തിനാ ആശയപരമായിട്ട് നേരിട്ടാ മതി. ആശയപരമായി നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. നുണപ്രചരണങ്ങൾ ഒഴിവാക്കി, വിദ്വേഷ വിഭാഗീയ ചിന്തകളും പ്രചരണങ്ങളും ഒഴിവാക്കി ആശയപരമായി നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ഈ മുസ്ലിങ്ങളെ എല്ലാം ജിഹാദി ജിഹാദി എന്ന് വിളിച്ച് നടക്കാതെ, തീവ്രവാദികളെന്ന് വിളിച്ച് നടക്കാതെ, ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുക. അല്ലാത്തടത്തോളം നിങ്ങളെപ്പോലെയുള്ളവരെ തുറന്നു കാണിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് മറ്റു പല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.